സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമ്മുടെ കേരളത്തിൽ ഈ ബി.ജെ.പി ഘടകത്തിന് എന്ത് സംഭവിക്കുന്നു? വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർജി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ, ആ പത്രസമ്മേളനം നടത്തിയത് ദേശീയ ഗീതത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ദേശീയ ഗീതം ചൊല്ലിയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന UD സതീശൻ്റെ UDF ഭരണത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഓഗസ്റ്റ് 15, അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ദേശീയ ഗീതം ചൊല്ലിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവാദത്തിലാണ് അദ്ദേഹം പ്രസ് മീറ്റ് നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉച്ചരണത്തിൽ ദേശീയ ഗാനത്തെ അപമാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടത് തന്നെ. അപ്പോൾ സത്യത്തിൽ ഈ ബി.ജെ.പി ഘടകം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ടി.ജി. മോഹൻദാസ് പറഞ്ഞ ഒരു വാക്ക് ഇവിടെ പറയാം. ടി.ജി. മോഹൻദാസ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു: ബി.ജെ.പിയുടെ വളർച്ച തുടങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇവിടെ എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇവിടെ സംഭവിക്കുന്നത്, അതായത് ദേവൻ, സിനിമാ നടൻ ദേവനായിരുന്ന ആൾ UDF ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് മാറി ബി.ജെ.പിയിൽ വന്നു. ഇപ്പോൾ ബി.ജെ.പിയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. PC ജോർജ് കുടുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. സുരേഷ് ഗോപി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണം കെട്ട് നിൽക്കുകയാണ്. അബ്ദുള്ളക്കുട്ടി പുറത്തായി. 2020 ഉണ്ടായിരുന്ന അഖിൽ മാരാർ ഇപ്പോൾ എവിടെയാണ്, എന്താണെന്നുള്ളൊരു അഡ്രസ്സില്ല. കേരള ബി.ജെ.പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ മുഖത്തിന് എന്ത് സംഭവിക്കുന്നു സാർ? അല്ല, ഇതിനകത്ത് ദേശീയ ഗാനത്തെ സംബന്ധിച്ചിടത്തോളം അത് മനഃപൂർവ്വമായിട്ട് അപമാനിക്കാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വായിൽ നിന്ന് വന്നു എന്ന് ഞാൻ കരുതുന്നതേ ഇല്ല. അത് ശരിക്കും അദ്ദേഹത്തിന് വിമർശിക്കുന്നവരും കരുതുന്നില്ല. ദേശീയ ഗാനത്തിനെ അപമാനിക്കാനൊന്നും രാജീവ് ചന്ദ്രശേഖർ ഒന്നും ചെയ്തു. പിന്നെന്തുകൊണ്ട്? അതൊരു സ്ലിപ്പ് ഓഫ് ടങ്കാണ്. നമുക്ക് അത്തരത്തിൽ എടുത്താൽ മതി. കാരണം അറിയാം, ഇത് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് സാറേ. ഏത് ഭാഷയിലും ഇപ്പോൾ അദ്ദേഹത്തിന് ഇതിലൊരു കാര്യം ഞാൻ ചോദിക്കുമ്പോൾ പറയാമായിരുന്നു എനിക്ക്. അങ്ങോട്ട് പറയാം, ഏത് ഭാഷയിലെടുത്തു കഴിഞ്ഞാലും ദേശീയഗാനം ഉച്ചരിക്കുന്ന സമയത്ത് ഹിന്ദിയിലെടുത്താലും മറാത്തിയിലെടുത്താലും മലയാളത്തിലെടുത്താലും തമിഴിലെടുത്താലും അതിന് കൃത്യമായിട്ട് ഒരേ ഉച്ചാരണമാണ്. അതിൽ വേറെ ഉച്ചാരണമില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ മലയാളത്തിൽ കുറച്ച് വാക്കുകൾ വ്യത്യസ്തമാണെങ്കിലും മലയാളമല്ലല്ലോ അദ്ദേഹം ചൊല്ലിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ടങ്ങിൻ്റെ പ്രശ്നമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്? അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ജനഗണമന അധിനായക ജയിക എന്നുള്ള പാട്ട് തമിഴും പാടിയാലും ഹിന്ദിക്കാരും പാടിയാലും, ഇപ്പം തന്നെ നമ്മൾ നാഗാലാൻഡിൽ ഒരു കൊച്ചു പയ്യൻ പാടുന്നുണ്ടല്ലേ, എത്ര 4 വയസ്സുള്ള, അത് ജനഗണമന എന്ന് തന്നെയാണ് അതിൻ്റെ ഉച്ചാരണം. ഞാൻ പറഞ്ഞത് അതല്ല ഞാനീ പറഞ്ഞത്. അറിയാതെ വന്ന ഒരു, അത് ജനഗണമന എന്നാണ് അതിൻ്റെ ഉച്ചാരണം എന്ന് അറിയാതെ വന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ജനഗണമണ എന്ന് പറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആയിട്ടാണ് എനിക്ക് തോന്നി. ഇപ്പോൾ ഒരു നേതാവിനെ നമ്മൾ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ വിമർശിക്കാം, ബോധപൂർവമായി നടത്തുന്ന പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് വിമർശിക്കാം. പക്ഷേ അപ്രതീക്ഷിതമായി വായിന്ന് വന്ന ഒരു ചെറിയ സ്ലിപ്പ് ഓഫ് ടങ്ങിനെ അത് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് സംഭവിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാർക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റുമാർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കാം. ഞാൻ പറഞ്ഞത് അതെടുത്ത് വെച്ച് വലിയൊരു പ്രശ്നമാക്കണ്ട. പക്ഷേ വളരെ അർഹിക്കുന്ന ഗൗരവത്തോടെ വേണമായിരുന്നു ആ പത്രസമ്മേളനം നടത്താൻ. ജനഗണമന എന്ന് പറയാൻ അദ്ദേഹം മറന്നുപോയത് ഒരു വലിയ വീഴ്ച തന്നെയാണ്. ഇന്ന് അദ്ദേഹം അപമാനിതനാകാൻ കാരണവും അതാണ്. പക്ഷേ അതിന് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഒരാളെ അങ്ങ് ടാർണിഷ് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ല. ഇത്തരം വീഴ്ചകൾ ലോകത്തിലെ പ്രശസ്തരായ പല നേതാക്കന്മാർക്ക് പോലും സംഭവിച്ചിട്ടുണ്ട്. അത് വിട്ടാൽ മതി, അതിനപ്പുറത്ത് കാര്യമില്ല രതീഷ്. ശരിയാണ് സാർ. അപ്പോൾ അദ്ദേഹം ഈ ദേശീയ ഗീതത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പത്രസമ്മേളനം നടത്തിയത്. അതായത് UDF അത് ഉച്ചരിച്ചില്ല, അവിടെ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് നടത്തിയത്. അവിടെ അദ്ദേഹത്തിന് പറ്റിയത് ഒരു എന്താ പറയുക, ഒരു പിശക് അല്ലെങ്കിൽ ഒരു വലിയൊരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ദേശീയ ഗാനം അങ്ങ് പറഞ്ഞ പോലെ അത് വാക്കുകൾ പഴയ്ക്കാം. പക്ഷേ ഒരു ദേശീയ ഗാനത്തിലെ വാക്കുകൾ പിഴയ്ക്കുന്നത്, അതൊരു നേതാവിന് പിഴയ്ക്കുന്നത് വലിയ അബദ്ധം തന്നെയാണ്. ഒരിക്കലും അത് പാടില്ലാത്ത കാര്യമാണ്. ഞാൻ ചോദിക്കാൻ വന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ നേരത്തെ ചോദിച്ചു, ദേവൻ രക്ഷപ്പെട്ടു, PC ജോർജ് കുടുങ്ങി, സുരേഷ് ഗോപി നാണം കെട്ട് നിൽക്കുന്നു, അബ്ദുള്ളക്കുട്ടി പുറത്തായി, 2020 അഖിൽ മാരാർ എവിടെയാണെന്ന് അറിയുന്നില്ല. ഈ കേരള ബി.ജെ.പി ഘടകത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അല്ല, അതിനകത്ത് ശ്രീ ടി.ജി. മോഹൻദാസിനെ കോട്ടയം പറഞ്ഞത്. അപ്പം ഈ ഒരു പാർട്ടിക്കകത്ത് ഒരു മാറ്റം സംഭവിക്കുന്നതിന് നമുക്ക് രണ്ടായിട്ട് എടുക്കാം. ഒന്ന് ക്വാളിറ്റേറ്റീവ് ചേഞ്ച്, മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച്. അപ്പം ബി.ജെ.പിയുടെ ആദ്യഘട്ടത്തിൽ KG മാരായുടെ കാലഘട്ടത്തിലാണ് ബി.ജെ.പി ക്വാളിറ്റേറ്റീവായിട്ട് എക്സലൻ്റ് ആയിരുന്നു. കാരണം ഏതൊരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയാണോ നിൽക്കുന്നത് അതിനുവേണ്ടി എല്ലാം ത്യജിച്ച് നിൽക്കുന്ന ഒരു നേതൃനിര ബി.ജെ.പിക്ക് കേരളം മുഴുവൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് പ്രവർത്തകർ, എത്ര പേരാണ് CPM RSS സംഘടനത്തിൽ ബി.ജെ.പിയുടെ പ്രവർത്തകരാണ് മരിച്ചു പോയത്. പലരും ബി.ജെ.പി പ്രവർത്തിക്കുന്നതിനോ അല്ലെങ്കിൽ RSSൽ പ്രവർത്തിക്കുന്നതിനാണല്ലോ ഇവർ കൊല ചെയ്യപ്പെട്ടത്. അത് വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് അതാണ് ആദ്യത്തെ കൊല നടക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ നടന്ന കൊലപാതകങ്ങളിലെല്ലാം പിന്നിലതായിരുന്നു. അപ്പോൾ അതിനകത്ത് അവരൊരു ആദർശത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. നമ്മുടെ ക്വാളിറ്റി നോക്കിയാൽ അന്നത്തെ ബി.ജെ.പി നേതാക്കന്മാരുടെ, ബി.ജെ.പി 1982 ശേഷം വന്നല്ലേ, ആ ജനസംഘത്തിൻ്റെ പിന്നീട് വന്ന ബി.ജെ.പിയുടെ നേതാക്കന്മാരുടെ ക്വാളിറ്റി നോക്കിയാൽ എക്സലൻ്റ് ആയിരുന്നു. അവരെ ആരും കുറ്റം പറയത്തില്ല.
കാരണം സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം ഉണ്ടായിരുന്നവരായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയാം, എൻ്റെ നാട്ടിലൊരു VN ഉണ്ണി, എല്ലാവരും ഉണ്ണിച്ചേട്ടാന്നാണ് വിളിക്കുന്നത്. ഇപ്പം അദ്ദേഹം സുഖയിലിരിക്കുകയാണെന്ന് എൻ്റെ ഓർമ്മ. ആറന്മുളക്കാരനാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. പത്തനംതിട്ട എനിക്ക് ഡയറക്റ്റായിട്ട് അറിയാവുന്ന ആളാണ് VN ഉണ്ണി എന്ന് പറയുന്ന ആളാണ്. മറ്റൊന്ന് ഡോക്ടർ പട്ടത്താനം രാധാകൃഷ്ണൻ. പട്ടത്താനം രാധാകൃഷ്ണൻ ഇപ്പോഴൊരു സ്വകാര്യ സ്കൂളിൻ്റെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. RSSും BJPയുടെ ഒക്കെ പ്രവർത്തനത്തിന് അദ്ദേഹം RSSിലൂടെ വന്ന ഒരാളാണ്. കൊല്ലം ചിന്നക്കടയിൽ ഒരു കാലഘട്ടത്തിൽ ഗുണ്ടാവിളയാട്ടം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒരു പറ്റം RSസുകാരും കൂടെ ചേർന്നാണ് ആ ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിച്ചത്. പിന്നീടാണ് കച്ചവടക്കാർക്ക് ഇരുന്ന് മാന്യമായിട്ട് കച്ചവടം ചെയ്യാൻ കഴിഞ്ഞത്. ധൈര്യമായിട്ട് ഇറങ്ങി. അദ്ദേഹം വളരെ വളരെ ചെറുപ്പമാണ്. ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ഇന്ന് കൊല്ലം BJPയിൽ പട്ടത്താനം രാധാകൃഷ്ണനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോഴും അദ്ദേഹം BJPക്കാരൻ തന്നെയാണ്, അതിനൊന്നും മാറ്റമില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ CK പത്മനാഭൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്ന ആളാണ്. എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരാളാണ് CK പത്മനാഭൻ. ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പേരെ എനിക്കറിയാവുന്ന ആളുകളുണ്ട്. അവരുടെ പേര് പറഞ്ഞ് ഞാൻ എന്തായാലും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. എനിക്കറിയാവുന്ന ചില ആളുകളെ മാത്രം വോട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ, അല്ല വേറെ അതിനപ്പുറത്ത് വേറെ കാര്യമില്ല. എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പേര് പറഞ്ഞ് ഞാൻ ഇവരൊന്നും പരിഗണിക്കാത്തതുകൊണ്ടാണ്. അല്ല, ഞാൻ പറഞ്ഞതെന്നറിയാം, അന്ന് പാർട്ടി ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആൾ കുറവായിരുന്നു, ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷേ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ പ്രത്യേകത. ഇപ്പോൾ സംഭവിച്ചെന്താണ്? ക്വാണ്ടിറ്റി കൂടി, ക്വാളിറ്റി കുറഞ്ഞു. അതിൻ്റെ ക്വാളിറ്റി കുറയാൻ കാരണം ഇതിനു വേണ്ടി ജീവിച്ച ഈ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവിച്ച ഈ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ആളുകൾ നിലനിൽക്കുമ്പോൾ അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഓർക്കാവാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനു വേണ്ടി നടന്ന അപഹാസ്യരാകുമായിരുന്നു പലരും ചെയ്യും. അപ്പം ആ ഒരു കാലഘട്ടത്തിലെ അവരുടെ ത്യാഗത്തെ പിന്നീട് വന്ന നേതൃത്വം വിസ്മരിച്ചത്, ബോധപൂർവം തമസ്കരിച്ചത്, അക്ഷന്തവ്യമായ അപരാധമാണ് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ക്വാണ്ടിറ്റേറ്റീവായിട്ട് പാർട്ടിയിലെ ആളുകളുടെ എണ്ണം കൂടി, അതായിരിക്കും ശ്രീ മോഹൻദാസ് ഉദ്ദേശിച്ചത്. പക്ഷേ ക്വാളിറ്റേറ്റീവായിട്ട് ആ ക്വാളിറ്റി നിലനിർത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് BJP നേരിടുന്ന പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനല്ലേ എന്നങ്ങനെ പറയാൻ ഒക്കുന്നത്? രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് കേരളത്തിലേക്ക് വന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ അധ്യക്ഷ വഹിച്ച എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് അധ്യക്ഷനായിട്ടിരുന്ന PS ശ്രീധരൻപിള്ള പ്രഗത്ഭനായ അഭിഭാഷകനായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ട BJP പ്രസിഡന്റ്, അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗവർണർ ആയതുകൊണ്ട് വിജയിച്ചു എന്നാണ് അർത്ഥം. സ്വാഭാവികമായിട്ടും അധ്യക്ഷനായി ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത പദവി ഗവർണറോ അല്ലെങ്കിൽ മന്ത്രിയോ ആയിട്ട് മാറുന്നുള്ളതാണ് ഇവരുടെയൊക്കെ ചിന്താഗതികൾ. അല്ല, ഇവരുടെ ചിന്താഗതി അങ്ങനെ വന്നോട്ടെ. ഗവർണർ പോയിട്ട് പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും കഴിയാതിരുന്ന കാലത്ത് ഈ പാർട്ടിയും കൊണ്ട് നടന്നവരെ കുറിച്ച് അപ്പം അങ്ങനെ അതാണ് ഞാൻ അതിലേക്കാണ് അങ്ങോട്ട് ചോദിക്കാൻ വരുന്നത്. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കേരളത്തിൽ നടന്നു. അതിൽ ഒന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നൊന്ന് എടുത്തുകയാണെങ്കിൽ നിയമസഭയും. ഈ ലോക്സഭയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് വോട്ട് നേടി വിജയിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി. MP ആയി സഹകേന്ദ്രമന്ത്രിയായി നിൽക്കുന്നു. പിന്നെ അദ്ദേഹത്തിനെതിരെ ഇല്ലീഗൽ ഇഷ്യൂ ഉണ്ട്, വോട്ട് ചോരി, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെതിരെ, അതവിടെ ഇരുന്നോട്ടെ. അതിലൂടെ നിയമസഭയിൽ 3 സീറ്റ് നേടി 30 സീറ്റിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് 3 സീറ്റ് നേടി നിൽക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തും നമ്മൾ അറിയപ്പെടുന്ന 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് സുരേന്ദ്രൻ ഇപ്പോൾ ഏതാണെന്ന് അറിയാതെ ഇപ്പോൾ ദേശീയ സെക്രട്ടറി ആയിട്ട് മാറിയിരിക്കുന്നു. അദ്ദേഹം വലിയ മന്ത്രിസ്ഥാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിലൊക്കെ ഉപരി ഈ ചതിക്കപ്പെട്ട ഒരു വ്യക്തിയും കൂടിയുണ്ട് BJPയിൽ. അങ്ങേക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. 8ാം ക്ലാസ് മുതൽ കുഞ്ഞു കുട്ടിയായിരിക്കും മുതൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നു മാത്രമല്ല, അവരുടെ ചോര നീരാക്കിക്കൊണ്ട് തന്നെ അവർ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്ത് അവർ നിന്ന സ്ഥലങ്ങളിലൊക്കെ വോട്ടുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. അത് അങ്ങനെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, BJP തന്നെയാണ് ഇതിനെതിരെ കളിക്കുന്നത് എന്ന് ഒരു പഴയൊരു ഇൻ്റർവ്യൂവിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. BJP തന്നെയാണ് അവരെ ചതിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തന്നെയാണ് അവർക്കിട്ട് പണി കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെയൊന്നും ഇപ്പോൾ അങ്ങ് വേറെ 2-3 പേരുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ഈ പേരും കൂടി എടുത്ത് പറയുകയാണ്. ഈ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ എവിടെയാണ്? ശോഭാ സുരേന്ദ്രൻ BJP സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ സേവനത്തിന് അവർക്ക് അർഹിക്കുന്ന അംഗീകാരം പാർട്ടി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മുമ്പ് CK പത്മനാഭനെ പറഞ്ഞു, അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റെങ്കിലുമായി. പിന്നെ പട്ടത്താനം രാധാകൃഷ്ണൻ എങ്ങും എത്താതെ പോയി. കുറേ കാലം എനിക്കൊന്ന് കൊല്ലം ജില്ലാ പ്രസിഡന്റ് എന്തായി, അതിനപ്പുറത്തൊന്നുമില്ല. ശോഭാ സുരേന്ദ്രനെ എടുത്താൽ ശോഭാ സുരേന്ദ്രനെ വടക്കാഞ്ചേരി തൊട്ട് അവസാനം നിന്ന് പാലക്കാട് വരെ നിന്നപ്പോൾ അവർ കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം അവരുടെ വോട്ട് ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറയാൻ അവരുടെ ഗണ്യമായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ രതീഷേ? അവർക്ക് ജനപിന്തുണയുണ്ടെന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ജനപിന്തുണയാണ് ഈ പാർട്ടിയിലെ റൈവലറിക്ക് കാരണം. ഈ പാർട്ടിക്കകത്തുള്ള അത്രയും വ്യക്തിപരമായ വിരോധം എനിക്ക് നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, അടുത്ത ആരെങ്കിലും നന്നായി വരികയാണെങ്കിൽ അവർക്ക് ഈ പൂച്ചത്തലയെ മന്ത്രവാദം ചെയ്യുമെന്ന്, അതൊരു മനോഭാവമാണ്. അപ്പോൾ അങ്ങനെ ഈ
ഈ പാർട്ടിക്കകത്ത് ഇത്രമാത്രം വ്യക്തിവിരോധം പുലർത്തുന്ന ആളുകളെ ഞാൻ മറ്റൊരു പാർട്ടിയിലും കണ്ടിട്ടില്ല. അതേസമയം പഴയ BJP അങ്ങനെയല്ലായിരുന്നു, അവരൊന്നിച്ച് നിൽക്കുമായിരുന്നു. പഴയ RSS അങ്ങനെയല്ല. RSSന് ഇപ്പോൾ ക്വാളിറ്റേറ്റീവായിട്ട് ചേഞ്ച് ഒന്നും വന്നത് ഞാൻ പഴയ BJP-യിലുള്ളവരാണല്ലോ നമ്മുടെ ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രനും മറ്റുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ പഴയ ഇതിലുള്ള. അന്നും ഇവരെ തലയ്ക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അന്ന് എന്ത് സ്ഥാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? വളരെ കറക്റ്റ് ചോദ്യമാണ്. അന്ന് നിന്ന ആളുകളുടെ മെൻറ്റാലിറ്റിയിൽ മാറി. അതെന്താ വന്നതെന്ന് ചോദിച്ചാൽ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് മാറി. അതാണ് പ്രശ്നം. അപ്പം ഇത് ആര് വന്നാലും ശോഭാ സുരേന്ദ്രൻ വരരുത് എന്ന് ധരിക്കുന്ന ഒരു പറ്റ ആളുകൾ BJP-യിലുണ്ട്. അതൊരു വാസ്തവമാണ്. അതുകൊണ്ടാണ് BJP-യിലെ ശോഭാ സുരേന്ദ്രൻ്റെ അവസരങ്ങൾ പോകുന്നതിനൊരു കാരണം. ശരിക്കും പറഞ്ഞാൽ വനിതകൾ, സ്ത്രീകൾ BJP-യിലേക്ക് വരുന്നത് വളരെ അപൂർവമായിരുന്നൊരു കാലഘട്ടമാണ്. അന്ന് ഡോക്ടർ റേച്ചൽ മത്തായി അവരാണ് ആദ്യം വരുന്നത്. പിന്നെ ഒരു ദേവകിയമ്മ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതിനെക്കാട്ടി വലിയ ചലനം ശോഭയ്ക്ക് ഉണ്ടാക്കാൻ കഴിയും, ശോഭാ സുരേന്ദ്രന്. പക്ഷേ അർഹിക്കുന്ന അംഗീകാരം അവർക്ക് കൊടുക്കുന്നില്ല. ഇത് ഒരു പാർട്ടിയുടെ ഗതികേടാണ്. ചോദിക്കുന്നത് ഈ പാർട്ടി എങ്ങനെ രക്ഷപ്പെടും? കേരളത്തിൽ ഇപ്പോൾ 3 സീറ്റ് കിട്ടിയിരിക്കുന്നു, നിയമസഭയിൽ കിട്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും മറ്റേ ലോക്സഭാ സീറ്റും കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ലോക്സഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഇനി ഒരു സീറ്റ് കിട്ടും തോന്നുന്നുണ്ട്. ഈ അവസ്ഥയിലാണ് പോകുന്നത്. കാരണം അഴിമതിയിൽ നിറഞ്ഞു നിൽക്കുന്നു, അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് ഞാൻ കണ്ടൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുള്ളക്കുട്ടി എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് സരിതയുടെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. സരിതയും പിന്നാലെ പോയിക്കൊണ്ടിരുന്ന ഒരാളിനെ നേരെ എടുത്ത് വെച്ച് അയാൾ അവിടെ നിന്ന് രാജിവെച്ച് വന്നപ്പോൾ നേരെ BJP 2 കൈ നീട്ടി സ്വീകരിച്ചിട്ട് അന്ന് എനിക്ക് തോന്നുന്നു സുരേന്ദ്രനാണ് തോന്നുന്നു അന്നത്തെ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ദേശീയ മുസ്ലിം ഘടനയിലേക്ക് പോവുകയാണ്. അതായത് മുസ്ലിങ്ങൾ ഇയാൾ തന്നെ അബ്ദുള്ളക്കുട്ടി തന്നെ വായി പൊളിച്ചിരുന്നൊരു ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ദേശീയ മുസ്ലിമായിട്ട് ഇതിനെ അംഗീകരിക്കപ്പെടുന്നു. അതായത് മുസ്ലിങ്ങളെല്ലാം BJP-യിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ അന്ന് ഈ PC ജോർജും ഷോൺ ജോർജും ഒന്നും വന്നിട്ടില്ല. അന്ന് അച്ചയൻസ് ടീം വന്നിട്ടില്ല. അന്നുള്ളത് ഈ മുസ്ലിം ടീം വന്നപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞിട്ട് പോയതാണ്. ഇന്ന് അയാളും വിടവാങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിലവിൽ മറ്റേ ചോര നീരാക്കിക്കൊണ്ട് ചെറുപ്പകാലത്ത് വർക്ക് ചെയ്തവരൊന്നും തന്നെ ഇപ്പോൾ BJP ഘടകത്തിൽ വലുതായിട്ട് ഒന്നും കാണുന്നില്ല. അവരെവിടെയൊക്കെയോ തഴയ്ക്കപ്പെട്ട് എവിടെയൊക്കെയോ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഉള്ളവർ പുതിയതായിട്ട് വരുന്നവർ പല കക്ഷിയിൽ നിന്നും രാജിവെച്ച് ഇതിലേക്ക് വരുന്നവരെ മുൻ സ്ഥാനങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ വരുന്ന സെലിബ്രിറ്റീസിന് മുൻ സ്ഥാനങ്ങൾ കൊടുത്ത് അവർക്ക് വലിയ പദവികൾ കൊടുത്ത് അവരെ കൊണ്ടുവന്നിരുത്തുന്നു. അപ്പോൾ അതെടുത്ത് നോക്കി അറിയാൻ പറ്റും. പല സെലിബ്രിറ്റീസിനും മുൻ വലിയ പദവികൾ കൊടുത്തിട്ടാണ് ഇപ്പോൾ BJP ഘടകങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് എന്തിനാണ് ഈ കേരളത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്? കേരളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് നല്ലൊരു വളർച്ചാ ഘട്ടമുള്ള ഒരു വർഷമായി 2026 തൊട്ട് ശരിക്കും തുടങ്ങി. 2026 മുമ്പും അത് ജനങ്ങളത് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ജനങ്ങൾ പേടിക്കുന്നു. ഇപ്പോൾ ദേവൻ രാജിവെച്ചു. ദേവൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, BJPയെ ഹിന്ദുക്കൾ പേടിക്കുന്നു. ഇത് ആക്ച്വലി LDFകാർ അല്ലെങ്കിൽ CPMകാർ പറഞ്ഞു നടക്കുന്ന ഒരു മുദ്രാവാക്യമാണ് BJPയെ ഹിന്ദുക്കൾ പേടിക്കുന്നു എന്നുള്ളത്. ആ പേടിയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവൻ ഇങ്ങനെ ഒരു പ്രസ്താവനയും പത്രസമ്മേളനവും നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ സാറോട് ചോദിക്കുന്നു, സാറുടെ മനസ്സിൽ നിന്ന് വരേണ്ട ഒരു ഉത്തരവ് അതാണ് ജനങ്ങൾക്കും വേണ്ടത്. എന്താണ് ഈ BJPയിൽ സംഭവിക്കുന്നത്? ഈ അഴിമതിയും ഇതും അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ലേ? അല്ലേ രജിഷ, ഈ അഴിമതിക്ക് അപ്പുറമൊക്കെ BJPക്ക് ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ BJPയുടെ കേരളത്തിലെ സ്പേസ് ഇവിടുത്തെ BJPക്കാർ സൃഷ്ടിച്ചതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ സ്പേസ് EMSഉം AK ഗോപാലനും C അച്യുതമേനോനും MM ഗോവിന്ദൻ നായരും TV തോമസും അടക്കമുള്ള പറ്റ നേതാക്കന്മാരുടെ ത്യാഗോജ്വലമായ ജീവിതത്തിൽ അവർ സൃഷ്ടിച്ചതാണ്. കേരളത്തിലെ KG മാരാറെ മാറ്റി നിർത്തിയാൽ BJPയുടെ നേതാവിൻ്റെ പേര് പറയും, ത്യാഗോജ്വലമായ ജീവിതം നയിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് പബ്ലിക് അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെ പ്രോബ്ലമുള്ള ഇവിടുത്തെ BJP നേതാക്കന്മാരെ പൊതുസമൂഹം കൂടെ അംഗീകരിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. പൊതുസമൂഹം അംഗീകരിക്കത്തക്ക വിധത്തിൽ അവരുടെ പ്രവർത്തന ശൈലി മാറ്റാനോ അതനുസരിച്ച് പാർട്ടിയെ ബിൽഡപ്പ് ചെയ്യാനോ നിർഭാഗ്യവശാൽ അവർ കഴിഞ്ഞില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പ്രാവശ്യം 26 തെരഞ്ഞെടുപ്പിൽ ശ്രീ കുമ്മനം രാജശേഖരനാണ് ആറന്മുള മത്സരിച്ചത്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ ഒരാളാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. രാജേട്ടെന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതിന് ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല. അദ്ദേഹത്തെ അറിയാവുന്നവർക്കെല്ലാം രാജേട്ടനെ ഇഷ്ടമാണ്. പക്ഷേ 3ാം സ്ഥാനത്താണ് അദ്ദേഹം ആറന്മുള എത്തിയത്. ആറന്മുള വളരെ ശക്തമായ വേരുകളുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് പത്തനംതിട്ട ജില്ല എൻ്റെ തൊട്ടടുത്ത മണ്ഡലമാണ് ഈ ആറന്മുള. ഞാൻ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആറന്മുള മണ്ഡലത്തിൽ പോലും കുമ്മനം രാജേട്ടനെ 3ാം സ്ഥാനത്ത് പോകേണ്ട ഗതികേടെത്തിയത് അദ്ദേഹത്തിൻ്റെ ഗതികേടുമുണ്ട്, പാർട്ടിയുടെ ഗതികേടുമുണ്ട്. അതാണ് പ്രശ്നം. ഇവിടാണ് ഞാൻ പറഞ്ഞ ബേസിക് പ്രോബ്ലം. അതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവരൊക്കെ അലസരായിട്ട് അങ്ങ് നിന്നു. അതായത് ഇപ്പോൾ മോഡിയുടെ കെയർ ഓഫിൽ ജയിക്കാനാണ് ഇവരെല്ലാം ശ്രമിച്ചത്. അങ്ങനെ മോഡിയുടെ കെയർ ഓഫ് ജയിക്കാൻ പറ്റില്ല. മോഡിയുടെ കെയർ ഓഫിൽ കേരളത്തിൽ ജയിക്കാൻ പറ്റില്ല. ജയിക്കണമെങ്കിൽ മോദിയുടെ ഒരു അതൊരു ഫിക്സഡ് ഇൻകമാണ്, ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് കൊണ്ട് മാത്രം പറ്റുമോ? നമ്മുടെ അധ്വാനം കൊണ്ട് കുറേ പണം കൂടെ ഉണ്ടാക്കണ്ടേ? എങ്കിലല്ലേ നമ്മുടെ നിക്ഷേപം വർദ്ധിക്കത്തുള്ളൂ. ഇവർ അധ്വാനം കൊണ്ട് 1 രൂപയും ഉണ്ടാക്കിയിട്ടില്ല. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുത്ത് വെച്ച് കളിക്കാൻ ആര് നിന്നാലും കുറേ വോട്ട് മോഡിയുടെ പേരിൽ കിട്ടും എന്ന് പറഞ്ഞ് ജനവിരുദ്ധനും ജനങ്ങൾ കണ്ടുകൂടാത്തവനും എല്ലാം കൂടെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തുടങ്ങി. അതാണ് ഇതിനെ പറ്റിയ ഒരു ഗതികേടിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്.
അതാണ് പറ്റിയത്. എന്നാൽ ജനപിന്തുണയുള്ള ആൾ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു, ജനപിന്തുണയുള്ള ആളുകളെ ഇവർ അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതുപോലെ ഏത് തുറമുഖത്ത് കപ്പലടുപ്പിക്കണമെന്നറിയാത്ത ക്യാപ്റ്റനാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന് എന്തെല്ലാം മെറിറ്റ് ഉണ്ടെങ്കിലും ഈ പാർട്ടി എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് രൂപരേഖയില്ലാത്ത ഒരാളെ പിടിച്ച് ക്യാപ്റ്റനാക്കി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് BJP സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം കേരളത്തെക്കുറിച്ച്, കേരള രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഗൗരവമായി ഒരു പക്ഷേ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം ചിന്തിച്ചിട്ടില്ല. എൻ്റെ തോന്നൽ അവർ കേരളത്തെ തഴഞ്ഞിട്ടിരിക്കുക. അവരെ അടുത്ത പ്രയോറിറ്റി കൊടുക്കുന്ന കർണാടകത്തിനാണ്, തമിഴ്നാട്. ഇതെല്ലാം കഴിഞ്ഞ് കേരളത്തിൻ്റെ ഫയൽ അവരെടുക്കത്തുള്ളൂ. ആകെപ്പാടെ കേരളത്തിൽ 20 MP ഉള്ളൂ. ഇത്രയും നടക്കത്തുള്ളൂ എന്നറിയാം. എന്തേലും ആയിപ്പോട്ട് എന്ന് പറഞ്ഞ് തഴഞ്ഞിരിക്കുക. കാരണം ഇതെല്ലാം നേതാക്കന്മാരും അവിടെ ചെല്ലുന്ന കുറ്റം പറയാനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാനാണ്. അതൊക്കെ കണ്ട് അവർ മടുത്ത് നിൽക്കുകയാണ്. അതാണ് കേരളത്തിലെ ഒരു പൊതുസ്ഥിതി. അതാണ് അത് BJP നേതാക്കന്മാർ സ്വയം ആത്മപരിശോധന ചെയ്യണം. മോദിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളിലെത്തിക്കാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ട്. കർഷക പെൻഷൻ കൊടുക്കുന്നില്ലേ? മോദി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. കർഷകർ കേരളത്തിലും കിട്ടുന്നുണ്ട്. മുദ്രാ ലോൺ എടുത്ത ആളുകളുടെ ലിസ്റ്റ് എടുക്ക്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളുണ്ട്. ഒരുപക്ഷെ മുദ്രാ ലോൺ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളാണ്. അവർ നന്നായിട്ട് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. നന്നായി, രാജ്യത്തിന് നല്ലതാണത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന സ്കീമുണ്ട്. ജൻധൻ യോജന അദ്ദേഹം കൊണ്ടുവന്ന ബാങ്ക് അക്കൗണ്ടുണ്ട്. ജൻ ഔഷധിയുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് മരുന്ന് കിട്ടുന്നത് ജൻ ഔഷധിയിൽ. ഞാൻ ചോദിക്കുന്നത്, ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയത്തക്ക വിധത്തിൽ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേഡറിനെ വളർത്തിയെടുക്കാൻ എനിക്കറിയാവുന്ന ഒരു BJP പ്രസിഡന്റും തയ്യാറായിട്ടില്ല. ഒരു BJP പ്രസിഡന്റും. അതിനകത്ത് PS ശ്രീധരൻപിള്ളയുണ്ട്, കുമ്മനം രാജേട്ടനുണ്ട്, വേറെ പലരുമുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. വി മുരളി തന്നെ എനിക്ക് പേഴ്സണലി അറിയില്ല. കെ സുരേന്ദ്രനെ എനിക്കറിയാം, കോന്നിയിൽ മത്സരിച്ച ആളാണ്. ഇവരൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷേ ഇവരാരും ഇതിനായിട്ട് ശ്രമിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരന് അപ്രോച്ചബിളുമല്ല, അദ്ദേഹത്തിനെ കാണുന്നുമില്ല. അപ്പോൾ നമ്മുടെ ദൈവത്തിനെക്കുറിച്ച് പറയുന്നത്, ദൈവം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, നിർഗുണൻ നിരാമയൻ. BJPക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹം പത്രസമ്മേളനത്തിൽ കാണാം. പത്രസമ്മേളനത്തിൽ കണ്ടതിൻ്റെ കാര്യം എന്തായിരിക്കുന്നു? ജനങ്ങളിലേക്ക് ഇറക്കാൻ, ജനങ്ങളോട് സംവദിക്കണ്ടേ, ജനങ്ങളുടെ കാര്യങ്ങൾ പറയണ്ടേ, ജനകീയ വിഷയങ്ങൾ എടുക്കണ്ടേ? ഇപ്പം തന്നെ ഉണ്ടായല്ലോ, പ്രശ്നങ്ങൾ പലതും ഉണ്ടായില്ലേ? അപ്പോൾ ആ പ്രശ്നങ്ങളിലൊക്കെ ഇവരുടെ ഇടപെടൽ എന്താണ്? ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നു. ഇവരുടെ പ്രധാന പ്രതിയോഗി എന്ന് പറയുന്നത് CPM ആണ്. കോൺഗ്രസ് തളർന്നിട്ട് BJP ജയിക്കും എന്ന് ഇവർ ധരിക്കുന്നതാണ് ഇവരെ പറ്റി ഏറ്റവും വലിയ ഫൂളറി. സെൻസുള്ള, പൊളിറ്റിക്കൽ സെൻസുള്ള ഒരുത്തൻ അങ്ങനെ ചിന്തിക്കത്തില്ല. കോൺഗ്രസ് തളരില്ല. ഇവർ വിചാരിച്ചാൽ കോൺഗ്രസ് തളരില്ല. കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ വോട്ട് കോൺക്രീറ്റ് ആയിട്ടുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ കോൺഗ്രസിനെ വോട്ട് ചെയ്യത്തുള്ളൂ. നായന്മാരിൽ പണ്ടൊരു ഭൂരിപക്ഷം ആളുകളും പിന്നെ BJPക്ക് കോൺഗ്രസിനെ വോട്ട് ചെയ്തു. ആ വോട്ടെല്ലാം BJPയിലേക്ക് വന്നിട്ടുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ടും നന്നായിട്ട് BJPയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാം നന്നായിട്ട് ഈഴവ നായർ കമ്മ്യൂണിറ്റിയുടെ വരുന്നുണ്ട്. ഇവർ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് പകരം ഹിന്ദു ഔട്ട്റീച്ചാണ് ചെയ്യേണ്ടത്. വിശ്വകർമ്മ സമുദായത്തിൻ്റെ എത്ര ശതമാനം വോട്ടുണ്ടെന്നറിയാമോ? വിശ്വകർമ്മ സമുദായത്തിൻ്റെ നേതാവിനെ ഇവർ കാണാൻ പോകും, തിരുമേനിയെ കാണാൻ പോകും. ഒരിക്കലും വോട്ട് കിട്ടാത്ത ഏതെങ്കിലും തിരുമേനിയുടെ കൈമുത്തമ്പും വേറെ പണിയൊന്നുമില്ലേ? പബ്ലിക് അംഗീകരിക്കും. കാരണം തിരുമേനിയെക്കുറിച്ച് തിരുമേനിയുടെ കൂടെ നിൽക്കുന്നതിന് പുച്ഛമാണ്. കണ്ടില്ലേ പിറവമ്പള്ളിയിൽ അങ്ങോട്ട് തമ്മിൽ അച്ഛന്മാരടിക്കുന്നത്? ഈ അച്ഛന്മാരെയൊക്കെ ആരും അംഗീകരിക്കുന്നത്? ഒരു തിരുമേനിക്കും കേരളത്തിലെ ക്രിസോസ്റ്റം തിരുമേനിയെ പോലെ സമാദരണീയരായ പിന്നെ ആളുകളുടെ കാലം ചെയ്തതോടുകൂടി അതിനകത്തൊന്നും ആരും ഇല്ല. അവരെയൊന്നും ആരും അംഗീകരിക്കില്ല. അത് അങ്ങ് പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. കാരണം പല നേതാക്കന്മാരും, എനിക്കറിയാവുന്ന സമുദായിക നേതാവുമാർ കുറച്ച് പേരുണ്ട്. ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഓരോരുത്തരെയും അത് എടുത്ത് പറയുന്നത് ശരിയല്ല. ആ പറയുന്നവർ ഓരോരുത്തരും അവരെല്ലാവരും ഇതുപോലെ കാണാൻ പോയ സമയത്ത് ഈ അധ്യക്ഷൻ കാണാൻ സമ്മതിച്ചിട്ടില്ല. കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ PA കാണണം. PA കഴിഞ്ഞാൽ ആ PAയ്ക്ക് ഒരു PA ഉണ്ട്, ആ PAനെ കാണണം. അതിനുശേഷം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് അങ്ങേക്കും ആ അനുഭവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPയിൽ അതിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാക്കി. അങ്ങ് പറഞ്ഞ പോലെ ഈ നേതാവ്, അതായത് ഇപ്പം നിൽക്കുന്ന അധ്യക്ഷനോ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴത്തെ MLA എന്തോ ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് ജനങ്ങളായിട്ട് അഭിസംബോധന ചെയ്യുകയും ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJP ഘടകത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഈ മാറിക്കിടക്കുന്ന അല്ലെങ്കിൽ BJPക്ക് വേണ്ടി രക്തം വയർപ്പാക്കി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരും ഈ BJPയിൽ കൂട്ടായ്മയിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJP ഘടകത്തിന് ഇനി വരാൻ പോകുന്ന ലോകസഭയിലാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അതാണ് ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ 3 സീറ്റ് നിയമസഭയിൽ കിട്ടിയ സമയത്ത് അത് 30 എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഈ 3 ഇല്ല 1 ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക്, പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം BJP ഘടകത്തിന് കൂപ്പുകുത്താൻ പോകുന്നത്. ഈ BJP നേതാക്കന്മാരെല്ലാവരും ഈ BJP ഇനി ലോക്സഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു കൂട്ടായ്മയായി ചേർന്നുകൊണ്ട് പുനർചിന്തന നടത്തട്ടെ എന്ന് പറയുകയാണ് ഞാൻ. തീർച്ചയായിട്ടും അതല്ലേ ശരി? അല്ല, അത് തീർച്ചയായിട്ടും ശരിയായ നിലപാടാണ്. അതാണ് BJP ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിന് ചെറിയൊരു സ്ലിപ്പ് ഓഫ് ടങ്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ബഹളങ്ങളായല്ലോ. എനിക്ക് പിന്നെ BJPക്കാരുടെ പറയാനുള്ളത്, ജനഗണ മണ അല്ല പ്രശ്നം,
അവഗണമനയാണ്. ഈ ബി ജെ പിയിലെ അവഗണമനെ അവസാനിപ്പിച്ചാൽ മതി. ജനഗണമന എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ലിപ്പ് ഓഫ് ടങ്കായിട്ടൊക്കെ പോകും, അതൊന്നും ജനം എടുക്കത്തില്ല. ഇവരുടെ ഞാൻ പറഞ്ഞതുപോലെ അവഗണമന അവസാനിക്കട്ടെ. ഈ മനയിലെ തുല്യമായ പ്രാതിനിധ്യത്തോടെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയട്ടെ. എല്ലാവർക്കും എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാരണവരി തറവാടിനുണ്ടാകട്ടെ. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു കുടുംബനാഥൻ ഈ കുടുംബത്തിനുണ്ടാകട്ടെ. അപ്പോൾ ഈ കുടുംബം ഐശ്വര്യം ഉണ്ടാകും. കൂടുതൽ ആളുകൾ ഈ കുടുംബത്തിൽ അംഗങ്ങളായിട്ട് വരും. തീർച്ചയായിട്ടും കേരളത്തിൽ അധികാരത്തിലെത്താം. എന്തായാലും ശരി, ബി ജെ പിയെ ഇഷ്ടപ്പെടുന്ന, നരേന്ദ്രമോദിയെ ആരാധിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരുടെ വോട്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമാണ് വളർന്നു വരേണ്ടത്. അതിനകത്ത് ജനകീയ പിന്തുണയുള്ള ആളുകൾ, നിന്നാൽ വോട്ട് കിട്ടുന്ന ആളുകൾ, ഇത്തരം ആളുകളെ പരിഗണിച്ച് പോയാൽ ബി ജെ പിക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് ടി മോഹൻദാസ് പറഞ്ഞ് ശരി തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. ഓക്കെ സാർ, നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.